ദീർഘമായ ചർച്ചകൾക്കൊടുവിലാണ് 2021 സാൻചോ ഓൾഡ് ട്രാഫോർഡിലേക്ക് എത്തുന്നത്. എന്നാൽ പ്രീമിയർ ലീഗിലെ ആദ്യ സീസൺ മുതൽ കാര്യങ്ങൾ അമ്പേ പാളി. സാൻചോ എത്തുമ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാനേജർ ഒലെ ഗണ്ണർ സോൾഷെയർ ആയിരുന്നു. മാസങ്ങൾക്കകം ഒലെ പുറത്തായി. തുടർന്ന് റാൽഫ് റാഗ്നിക് വന്നു. പിന്നീട് എറിക് ടെൻ ഹാഗ്. ഓരോ മാനേജർക്കും വേറെ വേറെ തന്ത്രങ്ങളായിരുന്നു. ഇത് സാൻചോയുടെ കളിരീതിയെ സാരമായി ബാധിച്ചു. പ്രീമിയർ ലീഗിന്റെ ഫിസിക്കാലിറ്റി ആയിരുന്നു മറ്റൊരു പ്രശ്നം. ബുണ്ടസ് ലീഗയിൽ ഡിഫൻഡർമാർ നൽകിയിരുന്ന സ്പേസ് പ്രീമിയർ ലീഗിൽ ലഭിച്ചില്ല. പ്രീമിയർ ലീഗിലെ അതിവേഗ ഫുട്ബോളുമായും ഫിസിക്കൽ ടാക്കിളുകളുമായും പൊരുത്തപ്പെടാൻ സാൻചോ വളരെയധികം പ്രയാസപ്പെട്ടു. മാഞ്ചസ്റ്റർ യുണൈറ്റഡിനായി ആകെ കളിച്ച 83 മത്സരങ്ങളിൽ നിന്ന് വെറും 12 ഗോളുകളും 6 അസിസ്റ്റുകളും മാത്രമാണ് അദ്ദേഹത്തിന് നേടാനായത്. 73 മില്യൺ പൗണ്ട് മുടക്കിയ ഒരു താരത്തിൽ നിന്ന് ക്ലബും ആരാധകരും പ്രതീക്ഷിച്ചതിന്റെ 10% പോലും ഉയർന്നു വന്നില്ല. 2023 സെപ്റ്റംബറിലാണ് കാര്യങ്ങൾ പൂർണ്ണമായും കൈവിട്ടു പോയത്. ആഴ്സണലിനെതിരെയുള്ള മത്സരത്തിനുള്ള സ്ക്വാഡിൽ നിന്ന് സാൻചോയെ ഒഴിവാക്കി. പരിശീലനത്തിലെ മോശം പ്രകടനമാണ് കാരണമെന്ന് കോച്ച് എറിക് ടെൻ ഹാഗ് മാധ്യമങ്ങളോട് പരസ്യമായി പറഞ്ഞു. എന്നാൽ സാൻചോ നിശബ്ദനായിരുന്നില്ല.